നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിന സംഖ്യ വരുന്നത് 18,72,506ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 6-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 1-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ദ്വിതീയ തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ദ്വിതീയയാണ്. രാത്രിയിൽ 10:47 വരെയുള്ള സമയത്ത് ദ്വിതീയ തിഥിയുണ്ട്. നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ്. രാത്രി 4:50, അതായത് നാളെ വെളുപ്പിനെ 4:50 വരെയുള്ള സമയത്ത് വിശാഖം നക്ഷത്രം വരുന്നു. കരണം വരുന്നത് പുലിക്കരണമാണ്. രാവിലെ 9:31 വരെയാണ് ഈ പുലിക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് ആയുഷ്മാൻ നാമ നിത്യയോഗമാണ്. നാളെ വെളുപ്പിനെ 4:59 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേല ആണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലവുമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:16 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 44 മിനിറ്റ് 9 സെക്കൻഡാണ് ദിനമാനം വരുന്നത്. പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 1:36 മുതൽക്ക് 3:04 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:12 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:16 തുടങ്ങി 7:44 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് രാവിലെ 11:44 തുടങ്ങി 12:06 വരേക്കും, തുടർന്ന് മധ്യം 4 മിനിറ്റ് വർജിച്ച് 12:10 മുതൽക്ക് 12:32 വരെയുള്ള സമയത്താണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത്. 8-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമായിരിക്കില്ല. ഇന്ന് നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ്. ഔഷധ സേവ, അതുപോലെ ശില്പം ഉണ്ടാക്കുക, രഥാദി വാഹനങ്ങൾ പരിഗ്രഹിക്കുക, വസ്തുസംഗ്രഹം, ഇതൊക്കെയും ആണ് ഇന്നത്തെ ദിവസത്തിന് അനുകൂലമായിട്ടുള്ളത്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് ചെയ്യുന്നത് ശരിയാകുന്നില്ല. ശുക്ലദ്വിതീയാണ്. ക്ഷേത്ര നിർമ്മാണം, അതുപോലെ എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങളും ദ്വിതീയ നല്ലതാണ്. വിവാഹം, വാസ്തു, പ്രതിഷ്ഠ, വ്രതബന്ധം, രാജ്യകാര്യങ്ങൾ, ഇതൊക്കെയും ദ്വിതീയ തിഥിയിൽ അനുകൂലമാണ്. എന്നാൽ വിശാഖം നക്ഷത്രം മറ്റ് പല കാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. നമസ്കാരം.